ഇതാണ് നമ്മൾ ജീപ്പ്. അപ്പോൾ ജീപ്പിൽ കുറച്ച് 7 ആളും കൂടി വന്നു കഴിഞ്ഞാൽ ജീപ്പ് വിടും. വെയിറ്റിംഗ് ആണ്. ശങ്കരാചാര്യർ തപസ് ചെയ്ത സർവജ്ഞപീഠം ചെറുതായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. അട്ട അടിച്ചട്ട. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ മൂകാംബിക ട്രിപ്പ് 2ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് കുടജാത്രിയാണ്. കുടജാത്രി ട്രക്കിങ്ങിന് പോയാണ്. നല്ല മഴയുണ്ട്. കോട്ടൊക്കെ വാങ്ങി. അപ്പോൾ വീഡിയോ എത്ര നന്നാക്കാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമുക്ക് കവർ ചെയ്യും. നമ്മൾ കുറെ പ്രതീക്ഷിച്ചാ വന്നത്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. പോയിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. മാക്സിമം വീഡിയോ കവർ ചെയ്ത് നോക്കും. ഓക്കെ കവി വാ. നല്ല രീതിയിലെ മഴയാണ്. ഇതാ ഇവിടെ കുത്തി കളിക്കുന്ന പുഴയിലുണ്ട്. പുഴയിലുണ്ട്. കാണൂ ഗൈസ്. നമുക്ക് ട്രക്കിങ്ങിന് പോകാൻ കുറച്ച് നടക്കാനുണ്ട്. നല്ല മഴയാണ്. ഇപ്പോൾ ഫോണെല്ലാം മറ്റേ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ആകെ പെട്ട അവസ്ഥയാണ്. ട്രക്കിങ്ങിൻ്റെ ജീപ്പിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ജീപ്പ്. അപ്പോൾ ജീപ്പിൽ കുറച്ച് 7 ആളും കൂടി വന്നു കഴിഞ്ഞാൽ ജീപ്പ് വിടും. വെയിറ്റിംഗ് ആണ്. മഴയാണ്, നല്ല മഴയല്ലേ. പിന്നെ നമ്മൾ 2 ആൾ പോകുന്നുണ്ടെങ്കിൽ 8 ആൾ ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. 8 ആളാകുമ്പോൾ നമുക്ക് 470 ആവും. പിന്നെ അടുത്ത എൻട്രി ഫീ എത്രയും 40 അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചാളെ വെയിറ്റ് ചെയ്യുമെന്ന് നോക്കാം. ആരെങ്കിലും വരുമോ? നല്ല മഴയുണ്ട്. ഇൻ കേസ് വന്നാൽ രക്ഷപ്പെട്ട്. നമ്മളിപ്പോൾ നെട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ചായ പിടിക്കാൻ നിർത്തിയിട്ടുള്ളത്. ഇതാണ് നമ്മളെ ജീപ്പ്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ നോർമൽ റോഡും പിന്നെ ഓഫ് റോഡ് സ്റ്റാർട്ടാവും. നമ്മൾ ഇറങ്ങിയ ടൈം നല്ല മഴയാണ്. പക്ഷെ ഇപ്പോൾ മഴയില്ല. ഇപ്പോൾ മഴ കുറച്ച് കുറവുണ്ട്. നോക്കാം. മുകളിൽ പോയാൽ നല്ല കോടയും സെറ്റ് വൈബായിരിക്കും. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് കൂടുതൽ കാഴ്ചകളാണ്. ഓക്കെ. ഒരു അണ്ണൻ്റെ സ്പ്ലെൻഡർ കിട്ടിയിട്ടുണ്ട്. ഇതടിച്ചൊന്ന് ഓടിക്കാം. ബസ്സിൽ കയറി വിസില. വാട്ടർ ബോട്ടിൽ നമ്മളെ ഓഫ് റോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇറങ്ങിയിട്ട് ഒന്ന് ഇറങ്ങാൻ കുറച്ചപ്പുറത്തേക്ക് ഞാൻ ഇറങ്ങാം. ഞാനും ഇറങ്ങാം. ഇതാണ് മോനെ ഓഫ് റോഡ് അഡ്വഞ്ചർ. അതന്നല്ലേ.
എടാ നമ്മളുണ്ട്. ഫുള്ള് മഞ്ഞ കോട കോട. സെറ്റാണ്. നമ്മൾ ലൊക്കേഷനിലെത്തി. കുറേ ടീമുണ്ട്. ബ്രോ പേര് പറഞ്ഞ വിഷ്ണു കോഴിക്കോട്. സോറി എറണാകുളം. മാറാളം മൊത്തം വന്നത്. ഇനിയിപ്പോൾ മുകളിലേക്ക് ട്രക്കിംഗ് പഴനി എന്നുള്ള ആൾ വന്നിട്ടുണ്ട്. ബ്രോ പേര് പറ. കോഴിക്കോട്. ബ്രോ ടെമ്പിളുണ്ട് ഇവിടെ. ഇവിടെ നിന്ന് മുകളിലേക്കാണ് നമുക്ക് കയറേണ്ടത്. വേറെ ലെവൽ വൈബാട്ടാ. ഈ വൈബൊന്നും ഇനി എവിടെ കിട്ടൂല. ഓ അണ്ണാ വാ ഹൗസേ. സെറ്റാ 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 സെറ്റാ. ഏത് മൂഡ്? പൊളി മൂഡ്. പൂജയുണ്ട്, അന്ന ദൈവത്തിനുണ്ട്, കിടാവക്കുണ്ട്, അമ്മയമ്മക്കുണ്ട്. നമ്മൾ വന്ന ട്രക്കിങ്ങിൻ്റെ വഴിയായത്. സമയം മുകളിലെത്തിയപ്പോൾ ഒരു 25 മിനിറ്റ് കൂടി നടക്കാനുണ്ട്. ഉപ്പാടിളകി. റേറ്റ് അല്ല പറഞ്ഞേ. ഇങ്ങോട്ട് ആ പോതു. കുടയാത്രി ഇനി കയറാനുണ്ട്. സെറ്റാട്ടാ. ഫുള്ള് കോടയായി മൂടി. കുട്ടാപ്പേ കട്ടാച്ചിന് കട്ട ഐസപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇതാണ് ശങ്കരാചാര്യർ തപസ് ചെയ്ത സർവജ്ഞപീഠം. ഇതല്ലേ എവിടെ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചിറങ്ങലായി. 2:45 വരെ ജീപ്പ് കാത്തുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സമയം 2 മണി. അരമണിക്കൂർ താഴേക്ക് നടക്കാനുണ്ട്. തിരിച്ചിറങ്ങലായി. തിരിച്ചിറങ്ങുന്ന ആഴ്ച നടന്നിട്ട് കയറില്ല. പക്ഷെ അത് നടന്നിട്ട് വിടൂലെന്ന് തോന്നും.
പകുതി എത്തിയിട്ടുണ്ട്. അതെ അതെ, മുഴുവൻ കോടയാണ്. 2:45 എത്തണമെന്ന് ജീപ്പ് ഡ്രൈവർ പറഞ്ഞു. 2:45 എത്തുമെന്ന് അറിയാം. മാക്സിമം സ്പീഡിൽ നടക്കണം. അതെ അതെ. ആ ഇപ്പൊ ചെറുതായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. അട്ട അടിച്ച് അട്ട അട്ട അടിച്ച് വേനില്ല. ഇല്ല, ചെരുപ്പ് നോക്കിക്കോ, പണി കിട്ടും. അപ്പോൾ സമയം 2:36. നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് ജീപ്പിൻ്റെ അടുത്തേക്ക് വന്നിട്ടേ ഉള്ളത്. 2:45 നമ്മളോട് ടൈം പറഞ്ഞത്. ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കും, നേരെ താഴേക്ക്. ഓക്കെ, ഞങ്ങൾ വണ്ടി ചോദിച്ചപ്പോൾ എല്ലാം ചേർത്ത് 65 അല്ല പെട്രോൾ അത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അപ്പോൾ ട്രക്കിങ്ങിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്, സെറ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈം അത് പോകുന്നത്. സൂപ്പർ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അടിപൊളി മഴയും കൂടി ആകുമ്പോൾ കോടയിൽ ഇറങ്ങിയ സെറ്റാണ്. എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.